നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള ട്രാൻസ്ഫർ ഏതാണ്? അവർ ക്രിസ്ത്യാനോയെ സ്വന്തമാക്കിയിട്ടുള്ള ടീമാണ്. അതിനു മുമ്പ് സിനദിൻ സിദാൻ, ലൂയിസ് ഫിഗോ, റൊണാൾഡോ നസാരിയോ വമ്പന്മാരെ അവർ പലപ്പോഴായിട്ട് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. റയലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം തുക കൊടുത്ത് കൊണ്ടുവന്ന കളിക്കാരൊക്കെയാണ്? ടോപ്പ് 5 ലിസ്റ്റ് നമ്മൾ നോക്കുന്നു. മോസ്റ്റ് എക്സ്പെൻസീവ് സൈനിങ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് റയൽ മാഡ്രിഡ്. അഞ്ചാം സ്ഥാനത്തുള്ളത് ഷൂമെനിയാണ്. ഓർലിൻ ഷൂമെനിയെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കൊടുത്തത് 80 മില്യൺ യൂറോ ആയിരുന്നു. 2022-23 സീസണിലാണ് അങ്ങനെ ഒരു സ്പെൻഡിങ് അവർ നടത്തുന്നത്. 4-ാം സ്ഥാനത്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുള്ളത്. അന്ന് 2009-2010 അക്കാര്യം കൂടി നോക്കണം. ഏറെ മുമ്പ് ഇത്രയൊന്നും ട്രാൻസ്ഫർ മാർക്കറ്റിൽ വില ഹൈക്ക് ചെയ്യാത്തൊരു കാലത്താണത്. 2009-2010 94 മില്യൺ യൂറോക്കാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് അവർ സ്വന്തമാക്കിയിരുന്നത്. അദ്ദേഹമാണ് 4-ാമതെങ്കിൽ 3-ാമത് 2013-14 ഗ്യാരത്ത് ബെയിൽ ടോട്ടൻഹാം ഹോട്ട്സ്പറിൽ നിന്ന് റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയത് നോക്കണം. 101 മില്യൺ യൂറോക്കായിരുന്നു. പിന്നീട് ആദ്യമൊക്കെ നല്ല രൂപത്തിലായിരുന്നു ബന്ധമെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് അത്ര അവസരങ്ങൾ കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടായതും എന്നാൽ അദ്ദേഹം ക്ലബ്ബ് വിട്ട് പോകാൻ തയ്യാറാവാതെ അവിടെ നിന്നതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. രണ്ടാമത് ജൂഡ് ബെല്ലിംഗാമാണ്. ബൊറൂസിയ ഡോട്ട്മുണ്ടിൽ നിന്ന് റയൽ മാഡ്രിഡ് അദ്ദേഹത്തെ 2023-24 സ്വന്തമാക്കിയത് 113 മില്യൺ യൂറോക്കാണ്. ഒന്നാമത് ആ ട്രാൻസ്ഫർ റയലിന് നഷ്ടമായിരുന്നോ ലാഭമായിരുന്നോ എന്നതൊക്കെ ഒരു ചോദ്യമാണ്. ക്രിസ്ത്യാനോ ടീം വിട്ടു പോയൊരു ഘട്ടമൊക്കെ ആയിരുന്നല്ലോ അത്. ആ സമയത്ത് 2019-20 ആ സീസണിൽ എദൻ ഹസാർഡിനെ അവർ കൊണ്ടുവന്നു വലിയ പ്രതീക്ഷയോടുകൂടി. 121 മില്യൺ യൂറോയാണ് ചെൽസിക്ക് അന്ന് അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി കൈമാറിയത്. പക്ഷെ പിന്നീട് പരിക്ക് വല്ലാതെ വലച്ചു കളഞ്ഞു. പരിക്കിൽ തളർന്നു പോയ ഹസാർഡിന് ഒരിക്കലും റയൽ മാഡ്രിഡിൽ തൻ്റെ പ്രതിഭക്കൊത്ത പ്രകടനം തുടർച്ചയായി പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ റയലിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോഴുമുണ്ട്. മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ, ഏറ്റവും അധികം തുക കൊടുത്ത് അവർ സൈൻ ചെയ്ത കളിക്കാരൻ, അത് ഏതൻ ഹസാർഡാണ്. 121 മില്യൺ യൂറോ. ശരിയാണ്, എംബാപ്പയ്ക്കൊക്കെ അതിനേക്കാൾ വലിയ ട്രാൻസ്ഫർ മാർക്കറ്റ് മൂല്യമുണ്ട്. പക്ഷേ ഫ്രീ ഏജൻ്റായിട്ടായിരുന്നല്ലോ PSG നിന്ന് അദ്ദേഹം റയലിലേക്ക് ചേക്കേറിയത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.